പോലീസ് തല്ലിക്കൊന്നേ. പോലീസ് കൊണ്ടിട്ടതാവും. ഇന്നലെ രാവിലെ മത്തായി മുതലാളിയെ കസ്റ്റഡിയിലെടുത്തത്. ഇത് ഉരുട്ടിക്കൊല തന്നെ. എന്ത് നിയമം വന്നാൽ ഇവന്മാർ ഉരുട്ടലൊന്നും നിർത്താൻ പോലില്ല. എല്ലാവർക്കും വലിയ ഉപകാരമായിരുന്നു. ആര് സങ്കടം പറഞ്ഞാലും മത്തായി സാറ് സഹായിക്കാതിരിക്കില്ല. നമ്മള് മത്തായെ കസ്റ്റഡിയിലെടുത്തറിഞ്ഞ് അയാളുടെ ശത്രുക്കൾ ആര് ചെയ്താണ് സാറേ കൊലപാതകം? ഇന്നലെ 11 മണിക്ക് ശേഷം സാറ് തന്നെയല്ലേ അയാളെ പറഞ്ഞു വിട്ടത്. അപ്പൊ അതിനുശേഷമായിരിക്കണം കൊല നടന്നിട്ടുള്ളത്. എനിക്ക് അയാളുടെ ബോഡി ഒന്ന് കാണണം. വേണ്ട സാർ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ആളുകൾ വയലന്റ് ആയിരിക്കുക. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങളെല്ലാരും ഉണ്ടായിരുന്നല്ലേ? സത്യം എന്താണെന്ന് നമുക്കെല്ലാം അറിയൂ സാർ. ജനങ്ങളത് വിശ്വസിക്കണമെന്നില്ല. അവരുടെ മനസ്സിൽ പോലീസിനെ കുറിച്ചൊരു ചിത്രം ഇപ്പൊ അതാണ്. സാർ, ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ജനങ്ങളിൽ നിന്ന് പ്രകോപനപരമായ എന്തെങ്കിലും ഉണ്ടായി ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നാൽ പിന്നെ നമ്മൾ അതിന് സമാനം പറയേണ്ടി വരും. പ്ലീസ്. എന്തൊക്കെയാണോ തന്റെ പോലീസിനെ പറ്റി ആളുകൾ പറയുന്നത്? ലോക്കപ്പ് വേണ്ട ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കാൻ അന്നേ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പോക്കത്ര ശരിയല്ലെന്ന്. ഇപ്പൊ തന്നെ എന്താ നടന്നത്? പൊതുക്കാര്യ പ്രസക്തനായ ഇടമറ്റം മത്തായിയെ ലോക്കപ്പിലിട്ട് പോലീസ് അടിച്ച് മർദ്ദിച്ച് കൊന്നിരിക്കുന്നു. ഞാനിപ്പോ അദ്ദേഹത്തിന് ശവസംസ്കാര കർമ്മം കഴിഞ്ഞ് വരികയാ. അവിടെ ജനങ്ങൾ എന്താ പറയുന്നത്? എങ്ങനെ പറയാതിരിക്കും? സമൂഹത്തിൽ നിലയും വിലയുള്ളവന്റെ ഗതി ഇതാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മരണത്തിൽ ഈ പാവപ്പെട്ടവന്റെ ഗതി എന്താ? മത്തായിയുടെ മരണം ലോകപ്രദന മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വെറുതെ ഊഹാപോഹങ്ങൾ കേട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് കഴിയില്ലടോ. അത് കൊള്ളാം. താൻ അങ്ങനെയേ പറയൂ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയൂ? ഇതിനു മുമ്പ് ആരോട് വിധേയനായ ദേവദാസ് അടിയോടിയെ താനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ദേവദാസിനെ എനിക്ക് നന്നായി അറിയാം. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് തുറന്നു പറയാതിരിക്കില്ല. ഹീ സിൻസിയർ. ആഹാ, കൊള്ളാം. ഇങ്ങനെയുള്ള തന്നെ തെറ്റായ സമീപനമാണ് പോലീസിനെ ഇത്ര വഷളാക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം. തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണെന്ന് കണക്കാക്കിക്കോ. സത്യം എനിക്കും തനിക്കും ജനങ്ങൾക്കും അറിയില്ല. നമ്മൾ രണ്ടുപേരും അറിയണമെന്ന് വെച്ചാലും മൂന്നാമത് പറഞ്ഞില്ലേ ജനങ്ങൾ, അവര് സമ്മതിക്കൂല. അവരിളകിയാലുണ്ടല്ലോ തന്റെ ഈ കസേര കാണൂല. ആ പത്രം ഇങ്ങോട്ട് തന്നടോ. ഇതൊന്നും വായിക്കാൻ ഇപ്പൊ സമയം കിട്ടാറില്ല. ഓട്ടത്തോട് ഓട്ടം തന്നെയല്ലേ. മാതൃകാ ഫൈനാൻസ് ഉടമ ഇടമറ്റം മത്തായി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. ഈ സാറിനെ ഞാൻ ഇന്നലെ രാത്രി കണ്ടതാണല്ലോ. എവിടെ വെച്ച്? എന്റെ വണ്ടിയിൽ ഇന്നലെ വീട്ടിൽ കൊണ്ട് വിട്ടത്. ഇയാളെങ്ങനെ പോലീസ് കസ്റ്റഡിയിലായി? വലിയ ആൾക്കാരല്ലേ, വല്ല കള്ളക്കെടുത്തോ മയക്കുമരുന്ന് ഇടപാടൊക്കെ കാണും. പോലീസ് പിടിച്ചെങ്കിൽ ശരിക്ക് പെരുമാറിയപ്പോൾ ആളങ്ങ് പടിയായി. അല്ലേലും പോലീസിന് ഇപ്പൊ ഇതൊക്കെ തന്നെയാ പണി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് കുമാർ. വരൂ. സാർ, ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. വർക്ക്ഷോപ്പിൽ നമ്മുടെ കാർ റിപ്പയർ ചെയ്യാൻ പോയപ്പോൾ കണ്ടതാ. മരിച്ച മത്തായെ ഈ ഡ്രൈവർ സംഭവ ദിവസം രാത്രി എയർപോർട്ടിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിരുന്നത്രേ. അകത്തേക്ക് വരൂ. എത്ര മണിക്കാണ് നിങ്ങൾ മത്തായിയെ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവിട്ടത്? ഏകദേശം 10 മണിയായി കാണും സാർ. അതെങ്ങനെയാ? 10 മണിക്ക് അയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. 11 മണിക്കാണ് അയാളെ വിട്ടത്. ഇയാൾക്ക് ആള് മാറിപ്പോയി കാണും. ഇല്ല സാറേ, മത്തായി സാറിന് എനിക്കറിയാവുന്നല്ലേ. നീ കാണുമ്പോ അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ, തനിച്ചായിരുന്നു. വീട്ടിൽ ചെന്ന് ലഗേജ് വരെ ഇറക്കി കൊടുത്തത് ഞാനാ. അപ്പൊ വീട്ടിലാരും ഉണ്ടായിരുന്നില്ലേ? അന്നേരം ആരെയും കണ്ടില്ല. ബാഗുകൾ ഇറക്കി വെച്ച് വണ്ടി തിരിച്ചു പോരാൻ നേരം ആ വർക്കി സാർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഏത് വർക്കി? മത്തായി സാറിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളായി വർക്കി. സാറിന്റെ വലങ്കയ്യ. പറയടാ, മത്തായിയെ കൊന്ന നീ തന്നെയല്ലേ? മത്തായിച്ചനെ ഞാൻ കൊല്ലാനോ? ഇല്ല സാർ, മത്തായിച്ചന്റെ കൂടെ പുറപ്പിനെ പോലെയാ. പിന്നെ ആരാ വന്നത്? എനിക്കറിയില്ല സാറേ. നിനക്കറിയാം, മത്തായി ഞങ്ങളുടെ കസ്റ്റഡി ഉള്ളപ്പോ അയാളുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ മത്തായിയുടെ വീട്ടിൽ വന്നിരുന്നു. അയാൾ ആരാ? അത് മത്തായിച്ചന്റെ ബ്രദർ ഫാദർ ജെയിംസ് ആണ് സാർ. അവർ ട്വിൻസാ. വർഷങ്ങളായിട്ട് ഫാദർ അമേരിക്കയിലാണ് താമസിക്കുന്നത്. സത്യം പറയടാ, അങ്ങനെ ഒരു ബ്രദർ ഉണ്ടോ മത്തായിക്ക്? ഉണ്ട് സാർ. ഫാദർ ജെയിംസ് വന്നപ്പോ നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഞാൻ മത്തായിച്ചന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഫാദർ ടാക്സിയിൽ വന്നിറങ്ങുന്നത്. 2 വാക്ക് കുശലവും പറഞ്ഞ് ഞാൻ അപ്പം തന്നെ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ മത്തായിച്ചൻ മരിച്ചതായിട്ടാ. മത്തായി മരിച്ചിട്ട് ഫ്യൂണറലിലൊന്നും ഫാദർ ജെയിംസിനെ കണ്ടില്ലല്ലോ.
ഫാദർ വന്ന ഉടനെ തന്നെ മടങ്ങിപ്പോയി. നിന്റെ പ്രസന്റേഷൻ നന്നായിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് 10-22 മണിക്കൂർ യാത്ര ചെയ്ത് തളർന്ന അവശനായി വീട്ടിലെത്തിയ ഒരാള് ഉടനെ തന്നെ വീണ്ടും യാത്രയാവുക. പറയുന്ന കണക്കം കൊണ്ട് ടാലിയാവുന്നില്ലല്ലോ മിസ്റ്റർ ഐക്യവർക്കി. അത് പോട്ടെ നൗഷാദേ, അഥവാ യാത്ര പോയെന്ന് തന്നെ വെച്ചു. സ്വന്തം സഹോദരൻ മരിച്ചു എന്നറിഞ്ഞ് ഒരു നോക്ക് കാണാനെങ്കിലും ഈ പറഞ്ഞ ഫാദർ ജെയിംസ് വന്നില്ലല്ലോ. എന്തുകൊണ്ട് വന്നില്ല? അതെനിക്കറിയില്ല സർ. നിനക്കെല്ലാം അറിയാം. മത്തായിയുടെ മരണം, ചാക്കോയുടെയും കുടുംബത്തിന്റെയും കൊലപാതകം നിനക്കെല്ലാം അറിയാം. ഇനിയൊന്നും നീ മറയ്ക്കാൻ ശ്രമിക്കണ്ട. സത്യം പറഞ്ഞില്ലെങ്കിൽ ജീവനോടെ പുറത്തു പോകില്ല. ഇല്ല സർ, എനിക്കൊന്നും അറിയില്ല സർ. സത്യമാണ് ഞാൻ പറയുന്നത്. ചാക്കോടെയും കുടുംബത്തിന്റെ കൊലപാതകത്തിന് രക്ഷപ്പെടാൻ നിനക്ക് മറ്റൊരു കൊലപാതകം കൂടെ നടത്തേണ്ടി വന്നു അല്ലേ? അയ്യോ സർ, മത്തായിച്ചനെ ഞാൻ കൊന്നിട്ടില്ല. അപ്പൊ ചാക്കോടെ കുടുംബത്തെ നീയാണ് കൊന്നത് അല്ലേ? നൗഷാദ്, അയ്യോ എനിക്കറിയില്ല. എനിക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല സർ. അറിയില്ല സർ, അറിയില്ല. ഞാൻ പറയാം. ചാക്കോച്ചന്റെ വീടും പറമ്പും രജിസ്റ്റർ ചെയ്തതിന്റെ പിറ്റേ ദിവസം. ചാക്കോച്ചായ ഇതിപ്പോ ഒരു അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാ രജിസ്റ്റർ ഓഫീസിൽ പോലും പോകാതെ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ച് പണം തരുന്നത്. എടാ ബാക്കി നീ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. കുന്നത്ത് വീട്ടിൽ ചാക്കോ ജോസഫ് എന്ന ചാക്കോ മേസ്ത്രിയായി ഞാൻ എന്റെ സ്വന്തം പേരിലുള്ള 1 ഏക്കർ 38 സെന്റ് സ്ഥലവും വീടും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരവും അനന്തരാവകാശികളായ ഭാര്യ ത്രേസ്യാമ്മ, മക്കളായ ട്രീസ, റോസ്മേരി എന്നിവരുടെ പൂർണ്ണ സമ്മതത്തോടെയും ഐക്യര വീട്ടിൽ വർക്കി തോമസ് എന്ന ഐക്യര വർക്കിയുടെ കയ്യിൽ നിന്നും 2006 നവംബർ മാസം 7-ാം തീയതി 8 ലക്ഷം രൂപ കൈപ്പറ്റി ടിയാന് സകല അവകാശങ്ങളും വിട്ടുകൊടുത്തിരിക്കുന്നതായും മേലിൽ ആവശ്യമായി വരുന്ന എല്ലാ നിയമ നടപടികൾക്കും ഈ രേഖ ഉപയോഗിക്കുന്നതിൽ എനിക്കോ എന്റെ അനന്തരാവകാശിക്കോ യാതൊരുവിധ എതിർപ്പുമില്ലെന്നും സമ്മതിച്ചുകൊള്ളുകയും ചെയ്യുന്നു എന്ന് ചാക്കോ ജോസഫ്, ത്രേസ്യാമ്മ ചാക്കോ, ട്രീസ ജോണിക്കുട്ടി, റോസ്മേരി ചാക്കോ. ആ ചാക്കോച്ചായ കേട്ടല്ലോ. ഇനി നിങ്ങൾ എല്ലാരും ഇതിലോട്ടൊന്ന് ഒപ്പ് വെച്ചാട്ടെ. അവിടെ ചെടുത്തി ദേ ഒപ്പിട്. ഒപ്പിട്. പത്തനംതിട്ടയിൽ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തു വന്നാൽ ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കായിരുന്നു. അതുകൊണ്ട് പണം തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉടനെ തന്നെ പോകായിരുന്നു. വൈകിയ വണ്ടിയും കിട്ടത്തില്ല. സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കാളെ ഉറപ്പിച്ചോ? പണം ഇപ്പൊ കൊടുക്കണമെന്നില്ലല്ലോ. അത് പിന്നെ മത്തായിച്ചൻ അറിയാമല്ലോ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തില്ലേലും വേറെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. ആ ഉണ്ണികൃഷ്ണന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഒരാപത്തി സഹായിച്ചതാ. തന്നെയുമല്ല ഇവിടെ കാര്യം. ചാക്കോച്ച എന്നാ പഴമ്പുരാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ കാര്യല്ലേ. വേവോളം കാക്കാങ്കൊപ്പിന് 6 ഓളം ക്ഷമിച്ചല്ല. അവരോട് കുറച്ചുകൂടെ സാവകാശം ചോദിക്കുക അല്ല എന്നാ. എന്നാ പിന്നെ ധൃതി വെച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എപ്പോഴാ മത്തായിച്ചന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ അന്ന് രജിസ്ട്രേഷൻ നടത്തിയാ പോരായിരുന്നോ? ഒരു കാര്യം ചെയ്യ, ആ എഗ്രിമെന്റ് ഒപ്പുവെച്ച പേപ്പർ ഇങ്ങോട്ട് തന്നേരെ. എന്നിട്ട് മത്തായിച്ചന് സൗകര്യപ്പെട്ടൊരു ദിവസം വെച്ചോ. എന്നിട്ടാകാം ബാക്കി കാര്യങ്ങള്. കണ്ടോ ആളുടെ സ്വഭാവം മാറുന്ന കണ്ടോ? എന്നാ ചാക്കോച്ച ഒരു വിശ്വാസക്കേട് മാതിരി. ഈ പേപ്പർ ഞങ്ങളുടെ ഇരുന്നുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അത് പറ്റില്ല മത്തായിച്ച. ഉള്ള കാര്യം പറയാമല്ലോ. മത്തായിച്ചന് സൗകര്യമുള്ള നേരം വരെ നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. വേറെ ഇടപാടുകാരെങ്കിലും ഉണ്ടോന്ന് നോക്കണം. എന്റെ അവസ്ഥ അങ്ങനെ. അതുകൊണ്ട് ആ പേപ്പർ ഇങ്ങ് തന്നെ.
ദേ വെറുതെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കല്ലേ. വാക്കാ പറഞ്ഞ വിശ്വാസമല്ലേ വേണ്ട. എഗ്രിമെന്റ് തൽക്കാലം തരത്തില്ല. ദേ ഒരുമാതിരി തന്തയിലൊഴി കാണിക്കരുത്. അതിനൊരു തരാനല്ലേ പറഞ്ഞു. ട്രേസിയെയും റോസ്മേരിയെയും കൊല്ലാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. പക്ഷെ അവർ ജീവിച്ചിരുന്ന ഞങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്ന ഭയം കൊണ്ടാ അവരെയും കൊല്ലേണ്ടി വന്നത്. എന്നിട്ട് ആ ഡെഡ് ബോഡികൾ കൊക്കയിൽ കൊണ്ടിട്ടതാര്? ഞങ്ങളാണ് സാർ. എന്ത് ചെയ്യണമെന്നറിയാതെ പാതിരാത്രി വരെ ഞങ്ങൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. പിന്നീട് ഞങ്ങൾക്ക് തോന്നിയ ബുദ്ധിയാണ് KK റോഡിലുള്ള ആനമുടി കൊക്കയിൽ കൊണ്ട് ഈ ബോഡി ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കൊന്നതും നീയും മത്തായും കൂടെയാണല്ലടാ? ഞാനല്ല സാർ. ഈ കേസ് അന്വേഷിക്കാൻ സാറ് വരുമെന്ന് അറിഞ്ഞപ്പോ സാറിനെ അപായപ്പെടുത്താൻ ഗുണ്ടകളെ വിട്ടത് മത്തായിച്ചനാ. അപ്പൊ മത്തായച്ചനെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷനിലെ കുറ്റിക്കാട്ടി കൊണ്ടിട്ടത് ആരാണ്? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ സാർ. മത്തായച്ചനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ഫാദർ ജെയിംസ് ഇപ്പോൾ എവിടെ ഉണ്ട്? അതെനിക്കറിയില്ല.